എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് വെട്ടി നിരത്തലും വളവിടിയിലും ഒക്കെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മഴയൊക്കെ അങ്ങോട്ട് തുടങ്ങിയല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ആദ്യത്തെയൊക്കെ മഴ കഴിഞ്ഞിട്ട് ചെടികൾക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ബൊഗെയിൻവില്ലയുടെ ഉണങ്ങിയ പൂക്കളൊക്കെ കുറേ കട്ട് ചെയ്തൊക്കെ ആയിരുന്നു. വീണ്ടും കുറച്ചുകൂടിയൊക്കെ ഉണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ കട്ട് ചെയ്യുകയാണ്. ഇത് നമ്മൾ പ്രൂൺ ചെയ്തിട്ട് വളമൊക്കെ ഇട്ട് നിർത്തിയിരുന്നതാണ്. DAP ഒക്കെ ഇട്ട് നിർത്തിയ ബൊഗെയിൻവില്ലകളാണ് ഇവിടെ വെച്ചിരിക്കുന്നതൊക്കെ. ഇപ്പോൾ രാവിലെ 8 മണി ആയതേ ഉള്ളൂ. നല്ല വെയിലാണ്. ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് നല്ല വെയിലടിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ബൊഗെയിൻവില്ലകളെയൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനെല്ലാം നമ്മൾ ഒന്ന് പ്രൂൺ ചെയ്ത് വിട്ടതായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഈ മഴ അങ്ങോട്ട് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങോട്ട് ഫ്ലവർ ഒന്നും വരുന്നില്ല. അതേ കളകളൊക്കെ ഉണ്ട്. അപ്പോൾ കളകളൊക്കെ ഞാൻ പറിച്ച് കളയുകയാണ്. പിന്നെ ഇനി നമുക്ക് ഇതിന് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഒരു വളമുണ്ട്. നമ്മുടെ NPK ആണ്. നമ്മുടെ സാധാരണ ചാണകപ്പൊടിയാണ് ആദ്യമേ നമ്മളെല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കുന്നത് മഴ കഴിഞ്ഞതിന് ശേഷം. അതായത് മഴ അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത്. അപ്പോൾ ഇതൊരു മണിമുല്ലയാണ്. അപ്പോൾ ഈ മണിമുല്ലയൊന്ന് വെട്ടി നിർത്താമെന്ന് വിചാരിച്ചു. രാവിലെ നമ്മുടെ വഴിയിൽ ഭയങ്കര തിരക്കാണ്. വണ്ടികളും അതുപോലെ തന്നെ ആൾക്കാർ ജോലിക്ക് പോകുന്നവരും ഓരോ പണികൾക്കൊക്കെ പോകുന്നവരും ഒക്കെ ആയിട്ട് നല്ല തിരക്കാണ്. അപ്പം ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നമ്മുടെ തൊട്ട അയൽവക്കക്കാരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും, ഇതെന്താ പരിപാടി എന്നൊക്കെ കേട്ടോ. എപ്പോഴും ഞാൻ ചെടിയിക്കകത്ത് പണിയാണെന്നും പറഞ്ഞ് തൊട്ട് വിറ്റത്തുള്ളവരൊക്കെ എന്നെ കളിയാക്കാറുണ്ട്. അവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര അതിശയമാണ്. ഉള്ള വെയിലും മഴയും എല്ലാം കൊണ്ട് ഞാൻ 24 മണിക്കൂറും ഇതിനകത്തായിരിക്കും. അപ്പോൾ ചെടി വളർത്തുന്നവർക്കാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാകത്തുള്ളൂ. അല്ലാത്തവർക്കെന്ന് പറഞ്ഞാൽ ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ലേന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്. അപ്പോൾ എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം ഞാനിപ്പോഴും ഇതിനകത്ത് തന്നെയാണെന്ന്. എങ്കിലും അവർ എന്നെ കളിയാക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയധികം ചെടികൾ ഒരുമിച്ച് വളർത്തുമ്പോൾ നമുക്കിതിനകത്ത് ഒരുപാട് പണികളുണ്ട്. നമ്മൾ എത്ര മടി പിടിച്ചിരുന്നാലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇതിനകത്ത് വന്നങ്ങ് ചാടിപ്പോകും. കുറച്ച് സമയം ഒന്ന് വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ എനിക്ക് ടെൻഷനാവും. അയ്യോ ദൈവമേ എന്തെല്ലാം പണികളുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് വീടിനുള്ളിലെ പണികളുണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടുന്ന സമയമല്ലേ ഉള്ളൂ ചെടികൾക്കകത്ത്. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് ഇങ്ങോട്ടങ്ങ് ചാടും. അപ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ മണിമുല്ലയൊന്ന് വെട്ടി ഒതുക്കുകയാണ്. ഇത് ഈ റോഡിലോട്ട് അങ്ങ് മറിയുകയൊക്കെ ചെയ്യുന്നുണ്ട് മഴയൊക്കെ പെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ടൊന്ന് വെട്ടി ഒതുക്കി നിർത്തുകയാണ്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു മഴയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമ്മുടെ ചെടികൾ അധികം ഇങ്ങനെ കാട് പിടിച്ച് വളരും. ആ സമയത്ത് നമ്മൾ ഇനിയൊക്കെ വെട്ടി കൊടുക്കാറുണ്ട്. ഇനി ഇങ്ങോട്ട് മഴ പെയ്യുമ്പോഴും അതിനനുസരിച്ച് മാത്രമേ അത് വളർച്ച ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് വനം പോലെയാകും. പിന്നെ ഇങ്ങോട്ട് കയറാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാവും. അപ്പോൾ ഈ മണിമുല്ല ഇനി അടുത്ത ഒരു സീസൺ ആകണം, ഫ്ലവർ ആകണമെങ്കിൽ ഇനി ഒരു ഡിസംബറൊക്കെ ആണല്ലോ ഇതൊരു ഫ്ലവറൊക്കെ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുവരെ നമ്മൾ ഇതിനെ ഇങ്ങനെ വെട്ടി ഒതുക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് അങ്ങ് വളർന്നിട്ട് മറ്റുള്ള ചെടികൾക്കെല്ലാം ശല്യമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പരമാവധി ഇതിനെ ഇങ്ങനെ വെട്ടി ഒതുക്കിയാണ് എപ്പോഴും നിർത്താറ്. പിന്നെ നന്നായിട്ട് പടരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പടർത്തി വിടാനിടയുള്ള സ്ഥലത്തൊക്കെയാണ് ഈ ഒരു ചെടി വെക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും അതവിടെ അങ്ങ് വളർന്നു നിന്നോളും. ഇനിയിപ്പോൾ ബൊഗെയിൻവില്ലയാണെങ്കിൽ മഴയായിട്ട് ഇനിയിപ്പോൾ ഫ്ലവറൊക്കെ ഒത്തിരി അങ്ങ് കുറഞ്ഞു. ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് DAP ഒക്കെ ഇട്ട് നിർത്തിയിരിക്കുന്നതാണ്. പക്ഷേ ആ DAP ഇട്ടതിൻ്റെ അന്ന് മുതൽ വീണ്ടും മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ചെടികളിലൊന്നും പൂക്കൾ അങ്ങനെ അധികം അങ്ങോട്ടാകുന്നില്ല. കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയമൊക്കെ ഇതൊക്കെ നല്ല രീതിയിൽ ഫ്ലവർ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പം മഴ ഇവിടെയൊക്കെ ഇപ്പോൾ കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നു പൂക്കളെല്ലാം അങ്ങ് കുറഞ്ഞു. എത്രയാണെന്ന് പറഞ്ഞാലും ബൊഗെയിൻവില്ല നല്ലതായിട്ട് ഫ്ലവർ ഇട്ട് നിൽക്കുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാലമായിരുന്നു. എപ്പോഴും പൂക്കൾ ഈ വഴിയെ പോകുന്നവരൊക്കെ പലരും വന്ന് വീഡിയോ ഒക്കെ എടുക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ചെടികൾക്ക് കൊടുക്കാൻ പോകുന്ന വളം എന്താണെന്ന് പറയട്ടെ. ഈ ഒരു NPK വളമാണ്. വേറൊന്നുമല്ല, നമ്മുടെ ചാണകപ്പൊടിയാണ്. അത് 2 ചാക്ക് ഞാൻ വാങ്ങിച്ചു വെച്ചാണ്. അതിൽ ഒരു ചാക്ക് തീർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പരമാവധി ചെടികൾക്കൊക്കെ ഇട്ടു. ഇനി ഈ ഒരു ചാക്കിനകത്തേയും കൂടി ഉള്ളൂ ഇടാനായിട്ട്. അപ്പോൾ ഇതിനി നമുക്ക് ഇവിടെ നിൽക്കുന്ന ചെടികൾക്കെല്ലാം കൊടുക്കണം. ഇതുണ്ടോ, നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി ചെടികളുടെ വളർച്ചയ്ക്കും പൂവിടാനും എല്ലാം സഹായിക്കും.
പിന്നെ ചില ചെടികൾക്ക്, അതായത് റോസ് പോലെയൊക്കെയുള്ള ചെടികൾക്കൊക്കെ കുരുടിപ്പുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് മാത്രമാണ് കുരുടിപ്പുണ്ടാകാനുള്ള കാരണമെന്നല്ല, എങ്കിലും ചാണകപ്പൊടി കൊടുക്കുമ്പോൾ കുരുടിപ്പുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ റോസിന് അധികം അങ്ങോട്ട് നമ്മൾ ചാണകപ്പൊടി ഇടാറില്ല. റോസിന് കൂടുതലായിട്ട് നമ്മൾ NPK ചേർന്നുള്ള മറ്റുള്ള വളങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു റോസ് ഒഴികെയുള്ള എല്ലാ ചെടികൾക്കും നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലോട്ട് നമുക്ക് കിടക്കാം. ഞാനിതാ ഇവിടെ ഒരു പാത്രത്തിൽ കുറേ ചാണകപ്പൊടിയൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ റെയിൻ ലില്ലിയാണ്. അതിന് ഇന്നിനി വളമിടണം. അതിനകത്തൊക്കെ പെട്ടെന്ന് തന്നെ കാട് പിടിക്കുന്ന ചെടിയാണല്ലോ അത്. അപ്പോൾ അത് ഇനിയിപ്പോൾ മഴയായി കഴിയുമ്പോൾ നല്ലതായിട്ട് അങ്ങ് ഫ്ലവർ ആകുന്ന ഒരു ചെടി കൂടിയാണ്. അപ്പോൾ മഴ പെയ്യുമ്പോഴാണ് കൂടുതലും റെയിൻ ലില്ലിയിൽ പൂവുണ്ടാകുന്നത്. വേനൽക്കാലത്ത് നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും 1-2 പൂക്കളൊക്കെ അങ്ങനെ ഉണ്ടാകത്തേ ഉള്ളൂ. പക്ഷേ മഴക്കാലം ആയി കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വളർത്താൻ പറ്റിയൊരു ചെടിയാണ് റെയിൻ ലില്ലി എന്ന് പറയുന്നത്. എപ്പോഴും അത് നിറച്ച് ഫ്ലവർ ആയിരിക്കും. വെള്ളം വീഴുന്നതനുസരിച്ച് തന്നെ അതിൽ നല്ലതായിട്ട് ഫ്ലവർ വരും. അപ്പോൾ ഇനിയിപ്പോൾ അതിന് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചാണകപ്പൊടി ഇടുന്ന കൂടെ തന്നെ ഇതിനകത്ത് നിറച്ച് കളകളുണ്ട്. അപ്പോൾ കളകൾ പറിച്ചിട്ട് വേണം ചാണകപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. റെയിൻ ലില്ലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ കളകൾ നമുക്ക് മനസ്സിലാകത്തില്ല. ഇതിൻ്റെ ഇലകൾ പോലെയൊക്കെയാണ് കൂടുതലും ഇതിലുണ്ടാകുന്ന കളകളും. ആ കളകൾ പറിച്ചെടുക്കാനായിട്ടാണെങ്കിലും നല്ല പാടാണ്. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇതാ ഞാൻ കാണിക്കാം. കണ്ടോ എത്ര ഭംഗിയാണ്. ഇതിൻ്റെ ഒരു 3-4 കളറുണ്ട് നമ്മുടെ കയ്യിൽ. ഇതിൻ്റെ വൈറ്റ്, പിന്നെ യെല്ലോയ്, നല്ല പിങ്ക്, പിന്നെ ഒരു ലൈറ്റ് പിങ്ക്, അങ്ങനെ കുറേ കളറുകളുണ്ട്. പിന്നെ ഒരു പിങ്ക് ആണെങ്കിൽ നല്ല വലിപ്പമുള്ള പൂക്കൾ. അതൊക്കെ നമ്മൾ വീഡിയോയ്ക്കകത്ത് മുമ്പ് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കാടിങ്ങനെ പറിച്ചെടുത്തിട്ട് വേണം ഇങ്ങനെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഈ റെയിൻ ലില്ലിക്ക് ഞാൻ മറ്റു വളങ്ങളൊന്നും തന്നെ കൊടുക്കാറില്ല കേട്ടോ. വേറെ ഒരു വളവും ഇതിന് കൊടുക്കുന്നില്ല. ചാണകപ്പൊടിയാണ് മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ നട്ടപ്പോൾ നമ്മൾ കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പം ഒത്തിരി കാലങ്ങളായിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇതിനങ്ങനെ വളമൊന്നും ഇല്ലെങ്കിലും പൂത്തോളൂ. എങ്കിലും നമുക്കൊരു മര്യാദ ഉണ്ടല്ലോ. നമുക്ക് പൂ തരുന്ന എല്ലാ ചെടികൾക്കും നമ്മൾ വളം ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ദോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാണകപ്പൊടി ഇതിനൊക്കെ നല്ലൊരു വളമാണ്. പൂടാനും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചെടികളുടെ വളർച്ചയ്ക്കും എല്ലാം ചാണകപ്പൊടി നല്ല വളമാണ്. ഇപ്പം ഞാനൊരു കയ്യറയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചാണകപ്പൊടിയൊക്കെ എടുക്കുന്നത്. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ഈ സമയത്തെന്ന് പറഞ്ഞാൽ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ആണല്ലോ മണ്ണിൽ ഏറ്റവും കൂടുതൽ രോഗാണുക്കളൊക്കെ ഉണ്ടാകുന്നത്. വേനൽക്കാലത്ത് അത്രയും വലിയ കുഴപ്പമില്ല. പക്ഷേ മഴയൊക്കെ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എപ്പോഴും നമ്മൾ മണ്ണിലൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ കടന്നു പോകുന്നവർക്കൊക്കെ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ ഭയങ്കര ഒരു കൗതുകമാണ് കേട്ടോ. എപ്പോഴും എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കും ഞാൻ എന്താ ഈ കാണിക്കുന്നതെന്ന്. എപ്പോഴും ചെടിയിലാണല്ലോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അവരെല്ലാം നമ്മുടെ തൊട്ട് വീട്ടുകാർ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും എപ്പോഴും അറിയാം ഞാൻ എപ്പോഴും ചെടിക്കകത്ത് പണിയാണല്ലോ എന്ന് എല്ലാവർക്കും അറിയാം. എന്തെങ്കിലുമൊക്കെ പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് വെയിലൊന്നും മഴയൊന്നും ഒന്നുമില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് റെയിൻ ലില്ലിയൊക്കെ പറിച്ച് നടാനും കൂടി ഉണ്ട്. ഇതിൻ്റെ വിത്ത് വീണ് ഒരുപാട് തൈകളുണ്ടാവും. അപ്പോൾ ഒരുപാട് തിങ്ങിക്കൂടി കഴിയുമ്പോൾ നമ്മളിതിനെ മാറ്റി നടണം. അപ്പോൾ ഇത് കണ്ടോ, ഇതൊരു പിങ്ക് കളറാണ്. ഇതിൻ്റെ നല്ല വലിയ പൂക്കളാണ്. ഇത് യെല്ലോയാണ്. അപ്പോൾ യെല്ലോയ്ക്ക് പെട്ടെന്ന് തൈകളുണ്ടാകും. അവയ്ക്ക് കൂടുതലും ഇങ്ങനെ അരി പൊട്ടി വീണിട്ടാണ് തൈകളുണ്ടാകുന്നത്. അപ്പോൾ ഈ വൈറ്റിനും അതുപോലെ തന്നെയാണ് കേട്ടോ. ഈ പിങ്കിന് മാത്രമേ ഉള്ളൂ അധികം അങ്ങ് തൈകൾ കാണാത്തത്. അപ്പോൾ ഇന്നിപ്പം ഞാൻ പറിച്ച് നടാൻ പോകുന്നത് കുറച്ച് യെല്ലോയുടെ തൈകളാണ്. അപ്പോൾ അതിന് ഞാനിവിടെ എടുത്തേക്കുന്ന മണ്ണും ചാണകപ്പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ചെടിയുടെ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് വളമൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും നല്ലതായിട്ട് വളരുകയും ചെയ്യും, പൂടുകയും ചെയ്യും. പക്ഷേ നമ്മളിത് നടുമ്പോൾ ഒന്നെങ്കിൽ എല്ലുപൊടിയൊക്കെ മിക്സ് ചെയ്യും, അല്ലെങ്കിൽ ഇതുപോലെ ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്യും. എന്നിട്ടാണ് ഇത് ചട്ടിയിൽ നിറയ്ക്കുന്നത്. ചട്ടിയിൽ കൊടുക്കുന്ന ഒരു വളം മാത്രമല്ലേ നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ മണ്ണിലെ ആ വളങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചെടിക്ക് വേറെ ഒന്നും കിട്ടാനുണ്ടാകില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ എല്ലുപൊടിയോ എന്തെങ്കിലും ചേർത്തിട്ട് മാത്രമേ ഇങ്ങനെയുള്ള ചെടിയാണെങ്കിൽ പോലും ചട്ടിയിൽ നടാവുള്ളൂ. പക്ഷേ നിലത്താണ് അതൊക്കെ വെക്കുന്നതെങ്കിൽ അത്ര വലിയ വളമൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഈ ചാണകപ്പൊടിയും മണ്ണും കൂടിയാണ് ഇപ്പോൾ ഈ ചട്ടികളിൽ നിറച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ചെറിയ ചട്ടികളിലാണ് ഞാനിത് ഓരോന്നായിട്ട് നടാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു ചെടിയിൽ നിന്ന് ഒരുപാട് തൈകൾ ഇതിൻ്റെ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഇതാ ഇത് ഞാൻ വെച്ച് കാണിക്കാവേ. ഇതിൻ്റെ ഈ ഉള്ളി പോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു കിഴങ്ങിരിക്കുന്നത്. ചെറിയ കിഴങ്ങുകളാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സവോളയുടെയൊക്കെ ചെറുതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോലെയാണ് ഇരിക്കുന്നത്. അത് ഇങ്ങനെ മണ്ണിൽ വെച്ച് കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ പിടിക്കും. ഇതിനൊന്നും എന്ന് പറഞ്ഞാൽ അത്ര വലിയ കെയറിങ് ഒന്നും വേണ്ട. പക്ഷേ അങ്ങോട്ട് ഫ്ലവർ ആകാൻ തുടങ്ങി കഴിയുമ്പോൾ
ഈ യെല്ലോയും വൈറ്റും പിങ്കും എല്ലാം കൂടി ഇങ്ങനെ ഒരു സ്ഥലത്ത് നിരത്തി വെക്കണം. അപ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അത് പൂടുന്ന കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ ഒരുപാട് ചട്ടികളിൽ ഇങ്ങനെ ആക്കി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു ചട്ടിയിൽ ഒരു ചെടിയിൽ നിന്നൊക്കെയാണ് നമ്മളിങ്ങനെ ഒരുപാട് ചെടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കാര്യമൊക്കെ ശ്രദ്ധിക്കണം. അതിൻ്റെ തൈകളൊക്കെ പറിച്ച് മാറ്റിയൊക്കെ നട്ടുകൊണ്ടേയിരിക്കണം. ഒരു ചെടി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ഇതുപോലെ നമ്മൾ പുതിയ തൈകളൊക്കെ ആക്കി എടുക്കണം. ഇതൊക്കെ കുറച്ച് മെനക്കെട്ട പണിയാണ്. പക്ഷേ എങ്കിലും നമ്മൾ ഇതിനായിട്ട് കുറച്ച് ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഞാൻ അതിങ്ങനെ ഇതിനകത്തെല്ലാം നട്ടു കേട്ടോ. ഇത്രയും നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ തൈകളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിൻ്റെ തന്നെ മുകളിൽ നമ്മൾ ഒരു ഭാഗത്തായിട്ട് ഇത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ എവിടെയെങ്കിലും ഒരു സൈഡിൽ കൊണ്ടുവന്ന് വെക്കണം. ഇങ്ങനെ നമ്മുടെ പല ചെടികളുടെയും തൈകൾ ഇങ്ങനെ പലതാക്കിയാണ് ഒരുപാട് തൈകളാക്കിയതും പലരും ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചെടികളൊക്കെ വാങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത്. ഓൺലൈനായിട്ട് നമ്മൾ ഒരുപാട് കൂട്ടുകാർക്ക് ചെടികളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ വന്ന് ആൾക്കാർ ചെടികളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന ചെടികൾ അവർ വാങ്ങിക്കൊണ്ടും പോകാറുണ്ട്. അല്ലാതെ നമ്മളങ്ങനെ വലിയൊരു നഴ്സറി ഒന്നും ആയിട്ടൊന്നും ചെയ്യുന്നതല്ല കേട്ടോ. നമ്മുടെ ഒരു ചെടിയിൽ നിന്ന് ഒന്നെങ്കിൽ തൈകളോ അല്ലെങ്കിൽ അതിൻ്റെ വിത്തുകളോ ഒക്കെ പാകി മുളപ്പിച്ചോ അല്ലെ കമ്പ് നട്ടും ഒക്കെ പലതാക്കി നമ്മൾ എടുക്കുന്നതാണ് ഓരോ ചെടികളും. അങ്ങനെ ഉണ്ടായിരിക്കുന്നതാണ് ഇന്ന് ഈ കാണുന്ന ഇവിടെ നിൽക്കുന്ന എല്ലാ ചെടികളും. അപ്പോൾ പലരും നമ്മുടെ ഇന്ന് ചെടി വാങ്ങിക്കാൻ വരുന്നവർ പറയാറുണ്ട്, ചെടി ഇഷ്ടമാണ്, പൂക്കളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒത്തിരി കിടന്ന് കഷ്ടപ്പെടാനൊന്നും വയ്യാന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ബൊഗൈൻവില്ല മാത്രമാണ് ഇഷ്ടം. അവർ കൂടുതലും ബൊഗൈൻവില്ല മാത്രമാണ് വാങ്ങിക്കൊണ്ട് പോകുന്നതും. അതാകുമ്പോൾ വലിയ പരിചരണമൊന്നും വേണ്ടല്ലോ, അതങ്ങനെ ചട്ടി നിന്നോളൂ എന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ഏതൊരു ചെടിയാണെങ്കിലും അതിന് അത്യാവശ്യം പരിചരണമൊക്കെ കൊടുത്ത് വേണം അതിനെ വളർത്താൻ. പിന്നെ ഒരു ചെടി നമ്മുടെ ഈ കൈ കിട്ടിയാൽ അതെങ്ങനെയെങ്കിലും അതിൻ്റെ ഒരു 2-3 ചട്ടികളിലായിട്ടെങ്കിലും നമ്മളതിനെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ അതിന് ചെടി നഷ്ടപ്പെടാതിരിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ ചെടികളും ഉണ്ടാകത്തുള്ളൂ. എപ്പോഴും ചെടികൾ നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ചെടിയൊന്നും ഇല്ലാത്തൊരു വീട്ടിൽ ചെല്ലുന്നതും ചെടിയുള്ള വീട്ടിൽ ചെല്ലുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീണ്ടും നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ടാറ്റാ.